Hi guys, this is Cuddle Cloud. നിങ്ങൾ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ hi, my name is Arya and I'm 22 years old and I love making cute stuff. And if you are someone like me, അതായത് മാട് പോലെ വളർന്നു കഴിഞ്ഞാലും ക്യൂട്ട് സ്റ്റഫ് ഉണ്ടാക്കി നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ you should definitely consider subscribing to this channel. കാരണം ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ is ഡെസ്ക് മേക്ക് ഓവർ. ഏകദേശം ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഞാൻ ഇതേപോലെ മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറയാൻ മറക്കണ്ട. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്. അപ്പോൾ ഇതാണ് കറൻ്റ്ലി എൻ്റെ റൂമിൻ്റെ അവസ്ഥ. എല്ലാവരും റൂം ടൂർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറില്ലേ. ഞാൻ എൻ്റെ റൂമിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം റൂം ടൂർ ഒന്നും ചെയ്യാത്തത്. ഞാൻ എല്ലാം ഒരു റൂം മേക്ക് ഓവർ ചെയ്തതിന് ശേഷം ചെയ്യാമെന്നുകൊണ്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ റൂമിൻ്റെ കോലമൊക്കെ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. എത്ര ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ ഇതേപോലെ തന്നെ ആവും. ചെറുതായിട്ടൊന്ന് ടേബിളിൻ്റെ പൊസിഷൻ മാറ്റുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഞാൻ ഈ ഇടയ്ക്ക് ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ 2 ജനലാണ്. അപ്പോൾ ഈ ബ്ലാക്ക് കളറിലുള്ള കർട്ടൻസ് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ വൈറ്റ് കളറിലുള്ള കർട്ടൻ ചെളി പിടിച്ച പോലെ ഇരിക്കുന്നത്. മേക്ക് ഓവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലീനിങ് ആണ്. പിന്നെ എൻ്റെ റൂമിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്രാഫ്റ്റ് സപ്ലൈസ് ആണ്. അപ്പോൾ റൂമിൽ ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. പുതിയ ബെഡിൽ ഇൻബിൽട്ട് ആയിട്ട് ഞാൻ സ്റ്റോറേജ് വെച്ചിട്ടായിരുന്നു പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ബെഡിന്റെ താഴോട്ട് അടുക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ തലേദിവസവും രാവിലെ എന്തോ ആയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇഷ്ടംപോലെ പൊടിയും പിന്നെ ഈ ഒരു പൈപ്പൊക്കെ ഇല്ലേ അതൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ചെറുപ്പം മുതൽ എനിക്ക് ഇഷ്ടംപോലെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമായിരുന്നു വൈറ്റ് കളറിലുള്ള ഒരു ടേബിൾ വേണമെന്ന്. കാരണം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ യൂട്യൂബൊക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അബ്രോഡുള്ള ക്രാഫ്റ്റ് ചാനൽസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റ് കളറിലുള്ള ഫർണിച്ചർ. അതിപ്പോൾ ടേബിൾ ആയാലും ബെഡ് ആയാലും എല്ലാം ഒരു വൈറ്റ് കളറിലുള്ള മയമായിരിക്കും. ആ കാലത്തൊന്നും വൈറ്റ് കളർ ഫർണിച്ചർ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എന്താണെങ്കിലും അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളൊക്കെ കൂട്ടി വെച്ച് എല്ലാം ഞാനിപ്പോൾ സ്വയം സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈറ്റ് കളർ ടേബിൾ വാങ്ങിച്ച സമയത്ത് ഞാൻ നിലത്തൊന്നും അല്ലായിരുന്നു, ഞാനിങ്ങനെ പാറിപ്പറന്ന് നടക്കുമായിരുന്നു. പക്ഷേ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യമായിട്ടും പറയാനാണെങ്കിൽ എനിക്ക് മടുത്തു തുടങ്ങി. വൈറ്റ് കളർ പോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നല്ല പാടാണ്. ഈ ഒരു ടേബിളിനെ പറ്റി എടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ല, ഒരു പിരുവിരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർഫസ് ആണ്. അതുകൊണ്ട് തന്നെ വല്ല അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉള്ളിൽ ഇറങ്ങിയിരിക്കും. ആ സാധനം തുടച്ച് വൃത്തിയാക്കണമെങ്കിൽ നല്ല പാടാണ്. പിന്നെ മുകളിലൊക്കെ നല്ല വിസിബിളായിട്ട് എന്തെങ്കിലുമൊക്കെ പാടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കമൻറ്റ് ബോക്സിൽ ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ആ വൈറ്റ് കളർ ടേബിളിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ആ ടേബിൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മക്കളെ പെഗ് ബോർഡ് ഞാൻ ഒരുപാട് കാലമായിട്ട് വാങ്ങണോ വേണ്ടേന്ന് കൊണ്ട് മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണവും വിലയാണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ വലിയ സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പെഗ് ബോർഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരാറുണ്ട്. ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ ചുമ്മാ കാണാനൊരു ഭംഗിക്ക് വേണ്ടി വാങ്ങി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ വെറുതെ വാങ്ങാൻ നിൽക്കണ്ട. അതല്ലാതെ ഡെസ്കൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണം, വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നു തോന്നുന്ന ആൾക്കാർ മാത്രം വാങ്ങിച്ചാൽ മതി. കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ഞാൻ ആദ്യം ഒന്ന് ഡെമോ നോക്കിയതായിരുന്നു, അതായത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന അറിയാനായിട്ട്. എന്നിട്ടാണ് ഞാൻ പീൽ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പേര് ഇത് ഒട്ടിക്കുന്നതാണോ ആണി അടിക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി രണ്ടും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതേപോലെ തന്നെ പീൽ ചെയ്ത് ഒട്ടിക്കാനും പറ്റും, അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ആണി അടിക്കാനും പറ്റും. ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പെഗ് ബോർഡ് ഒട്ടിക്കുക, എന്നിട്ട് 12 മണിക്കൂറിന് ശേഷം പെഗ് ബോർഡ് മാത്രം ഊരിയെടുത്തിട്ട് ആ ഒരു സിലിക്കൺ ഭാഗത്ത് ആണി അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പക്ഷേ ഇതുവരെ ആണിയൊന്നും അടിച്ചിട്ടില്ല. അതല്ലാതെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ ആ ഒരു പശയൊക്കെ പോയിട്ട് ഇളകി വരാം. എപ്പോൾ പിൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാലും എല്ലാ ഡെസ്കിൻ്റെയും മുകളിൽ ഈ ഒരു പെഗ് ബോർഡ് കാണാറുണ്ട്. അപ്പോൾ അത് കണ്ട് ആഗ്രഹം മൂത്തിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. കുറേ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതാണ് എൻ്റെ നീഷ്, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ പിന്നെ ഇതിന് വേണ്ടി പൈസ മുടക്കിയില്ലേ, പിന്നെ ഞാനിപ്പോൾ എന്തിനാ പൈസ മുടക്കുക. അടുത്തതായിട്ട് എൻ്റെ ഈ ഒരു പ്ലേ ബട്ടൺ എപ്പോഴും ഞാൻ ഡെസ്കിലാണ് വെക്കാറുള്ളത്. പക്ഷേ ഇത് കെട്ടിത്തൂക്കി ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ തൂക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഇത് തൂക്കിയിടാം.
രാവിലെ എഴുന്നേറ്റ് റൂമിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. കാരണം അതിട്ട് കഴിഞ്ഞാൽ റൂമിൽ ഭയങ്കര ഇരുട്ടായിരിക്കും. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയോ, ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ആണി അടിച്ചിട്ടില്ല. ഐ മീൻ ആണി അടിക്കാൻ അങ്ങനെ വലിയ പാടൊന്നുമില്ല. വെറുതെ ആണി വെക്കുന്നു, ചുറ്റിക എടുക്കുന്നു, അടിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഡ്രില്ല് ചെയ്ത് പിന്നെ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു ക്യാപ്പ് പോലത്തെ സാധനം ഇടില്ലേ, ആ സാധനം ഇട്ട് അതിൻ്റെ മണ്ടയിലോട്ടൊക്കെയാണ് ആണി അടിച്ച് കയറ്റാറുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലപോലെ ടെൻഷനായി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലേ ബട്ടൺ തൂക്കിയിടാൻ തന്നെ അല്ലേ, അപ്പം നമുക്ക് വെറുതെ അങ്ങോട്ട് ആണി അടിച്ച് തൂക്കാന്ന്. ബട്ട് ടു മൈ സർപ്രൈസ് സാധനം എങ്ങനെയോ അവിടെ നിന്നു. പിന്നെ അങ്ങോട്ട് ആണി അടിക്കലിൽ PhD എടുത്ത പോലത്തെ ഭാവമായിരുന്നു എനിക്ക് ആ ഒരു ദിവസം മൊത്തം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ പല ദിവസം പല സമയങ്ങളിലായിട്ട് എടുത്തതാട്ടോ. അങ്ങനെ വലുതായിട്ട് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ചെടി ഞാൻ റൂം മേക്കോറിന് വേണ്ടി വാങ്ങിച്ചതാണ്. ബെഡിൻ്റെ മുകളിൽ തൂക്കിയിടാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൽ 2 ഇല വിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇല ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ ഒരു ഡെക്കോർ കണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ പണിയൊന്നുമില്ല. ഫോം ബോർഡ് എടുക്കുക, ഒരു ഹാർട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് കളർ അടിച്ചെടുക്കുക, അതിൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. ഈ ഒരു ഫോം ബോർഡ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാനാണെങ്കിൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് എജുമാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അവിടെ കണ്ടിട്ടില്ല. എനിക്കിതിപ്പോൾ ബിഗ് മാർട്ടിൽ നിന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വുഡിൻ്റെ ഒക്കെ ഷോപ്പിൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കിട്ടുമോ ഇല്ലേന്ന് എനിക്കറിയില്ല. പിന്നെ ഫോം ബോർഡ് ഓൺലൈനിൽ നമുക്ക് കിട്ടും. പക്ഷേ ഞാൻ ഓൺലൈനിൽ കൂടുതലും പ്രിഫർ ചെയ്യാറില്ല. കാരണം ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന സൈസ് A4 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ പ്രോജക്റ്റിനൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ വലിയ പ്രോജക്റ്റ് എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സൈസ് തികയില്ല. അതുകൊണ്ടാണ് വാങ്ങാത്തത്. ഇനി നമുക്ക് കുറച്ച് പെട്ടി പൊട്ടിക്കാം. എന്തപ്പോൾ ചെറിയ പെട്ടി കാണിച്ചിട്ട് വലിയ പെട്ടി പൊട്ടിക്കണമെന്നല്ലേ? 2 പെട്ടിയും പൊട്ടിക്കാനുള്ളതാണ്. എന്നാൽ പിന്നെ വലുതെന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം പക്ഷെ വാങ്ങണ്ടെന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഇത്. വേറൊന്നുമല്ല, ഒരു ചെയറാണ്. എനിക്ക് ഒരു ഡയറക്ഷൻ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് ചെയർ. പക്ഷെ വേറൊരു ഡയറക്ഷൻ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ ഉപകാരമില്ലാത്ത സാധനമാണ് ചെയർ. എൻ്റെ ഈ ഒരു വർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്രാഫ്റ്റൊക്കെ നമ്മൾ ആ ടേബിളിൻ്റെ അവിടെ നിന്നിട്ടാണല്ലോ ചെയ്യാറുള്ളത്. പക്ഷെ കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഫ്റ്റൊക്കെ എല്ലാം ഞാൻ ചെയ്യാറുള്ളത് നിന്നിട്ടാണ്. ഞാൻ ഇരുന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയറിൻ്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ റൂമിൽ ടേബിളൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു ചെയർ കൂടെ വേണമല്ലോ. കാണുന്ന പോലെ അല്ല ഗൈസ്, ആ ഒരു 4 സ്ക്രൂ തിരിക്കാനായിട്ട് ഞാൻ നല്ലപോലെ പാടുപെട്ടിട്ടുണ്ട്. ഈ ഒരു സ്പെസിഫിക് ചെയറിനെ വാങ്ങാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ ഞാൻ ഇഷ്ടംപോലെ ടേബിളിൽ ഞാൻ ഈ ഒരു ചെയർ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ ഇതിന് ഞാൻ കൊടുത്ത പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും വൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാണാനൊക്കെ നല്ല ഭംഗിയാട്ടാ, കാണാനൊക്കെ നല്ല ഈസ്തറ്റിക് ലുക്കാണ്. പക്ഷെ അതിന്റെ ഫംഗ്ഷനാലിറ്റി വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പോരാത്തതിന് ഞാൻ ആ സ്ക്രൂ ഇട്ട് വെച്ചിട്ടുള്ളത് വളരെ വിജൃംഭിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയറിന് നല്ല ആട്ടം ഉണ്ടായിരുന്നു. പിന്നെ പുറത്തു പോയി വാങ്ങിച്ചിട്ട് വന്ന കുഞ്ഞിപ്പെട്ടി ഈ ഒരു കുഞ്ഞിപ്പെട്ടിയാണ്. ആൻഡ് ദിസ് പെട്ടി ഈസ് ഫ്രം ഡൈക്കറ്റ് സ്മാർട്ട് ആദ്യം ഒരു പെട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ കുറോമി ക്രേറ്റ് ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ തന്നെ പൊച്ചാക്കവും പോംപോം പ്യൂരിൻ്റെ 2 ക്രേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡസ്റ്റി പിങ്ക് ക്രേറ്റ് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്.
എനിക്ക് ക്രേറ്റ്സ് ഒക്കെ ഭയങ്കര ഹരം കേട്ടോ. മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതായത് മുകളിൽ ഇതേപോലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ സ്പേസും അധികം മെനക്കെടുത്തില്ല, ഉള്ള സ്പേസും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വേറൊരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഓർഗനൈസർ അല്ലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മിഫിയുടെ തന്നെ പണ്ടൊരിക്കൽ നമ്മളൊരു ഗീവ് അവേ കൊടുത്ത സമയത്ത് ഒരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായിരുന്നു എനിക്ക് വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. എന്നാൽ പിന്നെ കിട്ടിയ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു പെഗ് ബോർഡിൻ്റെ സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൈഡ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വാൾസിൻ്റെ കാര്യം ആദ്യം നോക്കാം, എന്നിട്ട് അതിന് ശേഷം താഴെയുള്ള ഭാഗം നോക്കാമെന്ന്. വാൾസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് വാൾ ഷെൽഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. റൂം മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഞാൻ 2 വാൾ ഷെൽഫ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഡെസ്കിൻ്റെ കാര്യം ചെയ്യാനാണെങ്കിൽ ഞാൻ തന്നെ ഒരു വാൾ ഷെൽഫ് ഉണ്ടാക്കിക്കോളാം. നമ്മൾ ഫസ്റ്റ് ആയിട്ടൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് ഈ ഒരു ഐഡിയ തലയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതേ സെയിം ഐഡിയ വെച്ചിട്ട് ഇപ്രാവശ്യം 2 വാൾ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ സൈസിൽ 2 ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കുക, ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്താൽ മതി. കാണുന്ന പോലെ അല്ല ഗൈസ്, നല്ലപോലെ സ്റ്റേഡിയാണ്. നമ്മൾ മനസ്സിലിങ്ങനെ കാണുമ്പോൾ അയ്യേ ഇതിപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവല്ലോ എന്നൊക്കെ പറഞ്ഞ പോലെ തോന്നും. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്ത സമയത്ത് ഞാൻ ഓവർനൈറ്റ് നമ്മുടെ ഇൻസ്റ്റാക്സ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാക്സ് പിന്നെ അറിയാലോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ രാവിലെ വരെ അത് സുഖമായിട്ട് അവിടെ തന്നെ ഇരുന്നു. അടുത്തതായിട്ട് ഞാനിന്ന് രാവിലെ ഇട്ട വീഡിയോ ഓർമ്മയില്ലേ, അതായത് നമുക്ക് ബഡ്ജറ്റിൽ നമ്മുടെ റൂമോ ഡെസ്കോ ഒക്കെ മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം വാങ്ങിച്ചാൽ മതി. സംഭവം ഈസ് പോസ്റ്റേഴ്സ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. 142 രൂപയ്ക്കാണ് എനിക്ക് 50 പീസ് പോസ്റ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന വാളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള വാളിലൊക്കെ ഒരു 4 പോസ്റ്റർ ഒട്ടിച്ചാൽ തന്നെ നല്ല പോപ്പ് ഓഫ് കളറൊക്കെ ആയിട്ട് നല്ല കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് അവരെന്നെ ടിഷ്യൂ ടേപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യില്ല. ഞാൻ എപ്പോഴും സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കാറുള്ളത്. കാരണം ടിഷ്യൂ ടേപ്പ് നല്ലപോലെ വാൾസിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പറിച്ചെടുക്കുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സെല്ലോ ടേപ്പ് ആകുമ്പോൾ അങ്ങനത്തെ വലിയ പണിയൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊക്കി എടുത്താൽ മതി. ഇപ്രാവശ്യം മുകളിൽ ഞാൻ കുറച്ച് വൈൻസ് ഒക്കെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2 ഇലകൾ ഉണ്ടായിരുന്നു. ഈ 2 ഇലകൾ ഞാൻ ബിഗ് മാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ കുഞ്ഞു ഇലയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിൻട്രസ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് എസ്തെറ്റിക് മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ എവിടെയെങ്കിലൊക്കെ ഈ ഒരു ഇല ഉണ്ടാവും. ആൻഡ് ഇത് വെച്ച് കഴിഞ്ഞാലും കാണാൻ നല്ല രസമാണ്. ഇനി നമുക്ക് അടുത്തൊരു പെട്ടി പൊട്ടിക്കാം. നോർമൽ പെട്ടി പൊട്ടിക്കൽ പോലെയല്ല, ഈ ഒരു പെട്ടിക്ക് എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഇത് ഓവർ തിങ്കിങ് ഡൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നുള്ളൊരു ബോക്സ് ആണ്. റിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ് ഓവർ തിങ്കിങ് ഡൂഡിൽസ്. ആൻഡ് ഇതിന് എൻ്റെ മനസ്സിൽ പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയയ്ക്ക് ഒരു കോർപ്പറേറ്റ് ജോബൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ജോലി പോയതിന് ശേഷം ആൾ വേറെ ജോലി നോക്കാതെ പാഷൻ പിന്തുടരണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ്. ഫോർ മീ പേഴ്സണലി എനിക്ക് ഈ 9 to 5 ഒക്കെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതേപോലത്തെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വേവ് ലെങ്ത് ഭയങ്കര സെയിം ആണെന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞത്. പ്രോഡക്ട്സിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അവരുടെ പ്രോഡക്ട്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ക്യൂട്ട് ആയിട്ടുള്ള മെമോ പാഡ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, ബുക്ക് മാർക്സ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. പിന്നെ പുതിയതായിട്ടൊരു ബുക്കൊക്കെ ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നോക്കൂ ഗൈസ്, എത്ര പ്രോഡക്റ്റാന്ന് അറിയാം എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓരോ സാധനവും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ഓവർ തിങ്കിങ് ഡൂഡിൽസ്. ഇൻസ്റ്റാഗ്രാമിൽ ഓവർ തിങ്കിങ് ഡൂഡിൽസ് കൊണ്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവരുടെ ബയോയിൽ തന്നെ വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നും വാങ്ങാൻ പൈസ ഇല്ല, ഇപ്പൊന്നും വാങ്ങാൻ പ്ലാൻ ഇല്ല എന്നുള്ള ആൾക്കാരാണെങ്കിലും ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ഓവർ തിങ്കിങ് ഡൂഡിൽസ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇഷ്ടംപോലെ അടിപൊളി പ്രോഡക്ട്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ആൻഡ് ഇത്രയും ക്യൂട്ട് പ്രോഡക്ട്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡെയിലി പ്ലാനർ ആയിരുന്നു. എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലാനറും പിന്നെ കുറച്ച് കുട്ടി മെമ്മോ പാഡ്സും ഇതേപോലെ വാൾസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. അടുത്തതായിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആക്ച്വലി ഒരു വാൾ ഷെൽഫാണ്, ഐക്യ എന്നുള്ളൊരു വാൾ ഷെൽഫാണ്. പക്ഷേ ഇത് ഞാൻ എപ്പോഴും ടേബിളിൽ ഒരു മോണിറ്റർ സ്റ്റാൻഡ് പോലെയാണ് യൂസ് ചെയ്യാറുള്ളത്. വാൾ ഷെൽഫ് ആയതുകൊണ്ട് തന്നെ അതിന് സ്റ്റാൻഡ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതേപോലെ വല്ല കാർഡ്ബോർഡ് റോളൊക്കെ വെട്ടി അങ്ങോട്ട് വെക്കാറാണ് പതിവ്. ആൻഡ് ഈ കാർഡ്ബോർഡ് റോളിന് കുറച്ച് കുട്ടാപ്പി ആക്കി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റർ വാഷി ടേപ്പും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്.
അടുത്തതായിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വരാം. ഫസ്റ്റ് തന്നെ ക്രേറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊന്നും ഫില്ല് ചെയ്യുന്നില്ല, ലാസ്റ്റ് അത് ചെയ്യാം. പിന്നെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റൂം മേക്കോറിന് വേണ്ടിയിട്ട് ഒരു പിങ്ക് കളറിലുള്ള റഗ് നോക്കി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു ലൈലാക്ക് ഷെയ്ഡിലുള്ള ഒരു റഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി ആമസോണിൽ നിന്ന് എനിക്കൊരു നല്ലൊരു റഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്. പിന്നെ ഈ ഒരു ബുക്ക് സ്റ്റാൻഡിൽ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇട്ട ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിൽ ഞാൻ ഇട്ടൊരു സ്റ്റാൻഡായിരുന്നു. പക്ഷേ ഇതിൻ്റെ സൈഡിലുള്ള പോർഷൻ അറിയാണ്ട് അത് പൊട്ടിപ്പോയി. താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ അറിയാണ്ട് ഞാനിന്ന് ചവിട്ടിയതാണ്. പിന്നെ സെയിം സാധനം ഒട്ടിക്കാൻ നിന്നില്ല, പുതിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടായിരുന്നു ഒട്ടിച്ചത്. ഇപ്പം പറയാൻ പോണ ഈ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ഡെസ്ക് മേക്കോറിലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോം ബോർഡ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ബുക്ക് സ്റ്റാൻഡ് കാണുമ്പോൾ ഭയങ്കര അലസ കുൽസ പറഞ്ഞ പോലെ തോന്നും. കാരണം അയ്യോ ഇതൊക്കെ വെയിറ്റ് താങ്ങുമോ, വല്ലതൊക്കെ വെച്ചാൽ നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇതിൽ എത്ര വെയിറ്റ് വെച്ചാലും അത് പൊട്ടിപ്പോവില്ല. കയറി നിന്ന് ചവിട്ടിയാൽ പൊട്ടുവിട്ടാ, അതല്ലാണ്ട് ഇതേപോലെ വല്ല സാധനങ്ങളൊക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി വീഴൂല. അങ്ങനെ നമ്മുടെ ഡെസ്ക് മേക്കോറിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഓരോന്ന് നോക്കി എനിക്ക് ഏതൊക്കെയാണ് യൂസ്ഫുൾ എന്നുള്ളത് നോക്കി എടുത്ത് വെക്കാമെന്ന്. മുകളിലുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം താഴെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. താഴെ പിന്നെ അധികം സാധനങ്ങളൊന്നുമില്ല, ഈ ഒരു ബോക്സും പിന്നെ വേറെ കുറച്ച് ബോക്സും അത്ര തന്നെ ഉള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഫെയറി ലൈറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെയറി ലൈറ്റ് ഞാൻ വിചാരിച്ചു മുകളിൽ നമ്മൾ കുറച്ച് വൈൻസ് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് വെക്കാമെന്ന്. അപ്പോൾ ഐശ്വര്യമായിട്ട് കർട്ടനൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ. അടുത്ത് തന്നെ നമ്മൾ റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ ഗൈസ്, ബൈ. And it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head.